ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ വീട് സന്തോഷമുള്ള വീടാവണമെങ്കിൽ, നമ്മുടെ വീട് പ്രകാശമുള്ള വീടാവണമെങ്കിൽ, അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ വീടിന്റെ വിളക്കാണെന്ന വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ പ്രകാശം ലഭിക്കണമെങ്കിൽ പിന്നെ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമേതാണ്? മഹ്ദിയായ ആയിഷ ബീബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന, ആയിഷ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉള്ള സന്തോഷം അല്ലാഹു നിലനിർത്തി തരണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ആയിഷ. നിന്റെ ജീവിതത്തിലെ സുന്നത്തുകളെ ധാരാളം വർദ്ധിപ്പിക്കണേ ആയിഷ. സ്നേഹമുള്ള ഭാര്യ വീടിന്റെ വിളക്കാണ്, സ്നേഹമുള്ള പെണ്ണ് വീടിന്റെ വിളക്കാണ്. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വിളക്കാണ്. ചെറുപ്പക്കാരാ, വീടിന്റെ വിളക്കായി മാറുന്ന പെണ്ണിന്റെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നിങ്ങൾ സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം ആയിഷ. ജീവിതത്തിൽ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുന്നതാരാ? സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന പെണ്ണുള്ള വീടാണോ ആ വീട്ടിൽ അല്ലാഹു നല്ല പ്രകാശം ചൊരിയുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, വീടിന്റെ കാതലാണ് നിങ്ങള്, വീടിന്റെ പ്രകാശമാണ് നിങ്ങള്, ഒരു കുടുംബത്തിന്റെ തൂണാണ് നിങ്ങള്, ഒരു കുടുംബത്തിന്റെ തൂണാണ് നിങ്ങൾ, മറന്നു പോവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, വസൗജതു ഹിയ ഇമാദുൽ മൻസിൽ, ആ വീട്ടിലുള്ള ഭാര്യ എന്നുള്ളത്, ഒരു വീട്ടിലുള്ള ഭാര്യ എന്നുള്ളത്, ആ ഭാര്യ ഇമാദുൽ മൻസിലെ, ആ വീടിന്റെ തൂണാണ്, ആ വീടിന്റെ തൂണാണ്. വസൗജതു ഹിയ ഇമാദത്തുൽ മൻസിൽ, വീടിന്റെ തൂണാണ്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ നേരത്തെ ഞങ്ങൾ വീടിന്റെ വിളക്കാക്കി, ഇപ്പൊ ഞങ്ങളെ തൂണാക്കിയോ? അങ്ങനെയല്ല. വീടിന്റെ തൂണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പന്തൽ കെട്ടുമ്പോ ആ പന്തലിന് 4 തൂണുണ്ടാവും അല്ലെ? തൂണില്ലെങ്കിൽ എന്ത് പന്തല? തൂണില്ലെങ്കിൽ പന്തൽ നിലനിൽക്കോ? തൂണില്ലെങ്കിൽ വീട് നിലനിൽക്കോ? അപ്പൊ വീട് നിലനിൽക്കാനുള്ള തൂണാണ് നിങ്ങൾ. അങ്ങനെ എന്നാ ഓക്കെ അല്ലേ? അല്ലാതെ വീടിന്റെ തൂണാണ് ഉസ്താദ്, ഞങ്ങളെ വീടിന്റെ വിളക്കാണെന്ന് പറഞ്ഞു, ഞങ്ങളതിൽ ക്ഷമിച്ചു, ഇപ്പൊ വീടിന്റെ തൂണാണെന്ന് പറയുന്ന അങ്ങനെയല്ല. വീടിന്റെ തൂണാണെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ നിലനിൽപ്പ് നിങ്ങളെ കൊണ്ടാണ്, അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ, നിങ്ങൾ വീടിന്റെ തൂണാണ്, നിങ്ങൾ വീടിന്റെ വിളക്കാണ്, നിങ്ങൾ വീടിന്റെ തൂണാണ്. നിങ്ങളെ കൊണ്ടാണ് കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നിലനിർത്തുന്നത്, നിങ്ങളെ കൊണ്ടാണ് കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് നിലനിർത്തുന്നത്. അതുകൊണ്ട് ആയിഷ, സുന്നത്തുകളെ കൊണ്ട് കുടുംബത്തെ നിങ്ങൾ ഹയാത്താക്കണം ആയിഷ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. നിങ്ങളെ കുടുംബത്തിന്റെ പ്രകാശം ചൊരിയേണ്ടത് നിങ്ങളല്ലേ? സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ നമസ്കരിക്കണം സഹോദരിമാരെ. ളുഹാ നമസ്കാരം ഒഴിവാക്കരുത് നിങ്ങൾ. നിങ്ങളെ ഭർത്താവിന് ചിലപ്പോൾ പലപ്പോഴും അത് പറ്റൂലല്ലോ, കാരണം ജോലിയുടെ തിരക്കാണ്. നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തരാനും നിങ്ങൾക്കുള്ള ചെലവിന് വേണ്ടി ജോലിക്ക് പോകുന്ന തിരക്കാണ്. നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾക്കും തിരക്കുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കള ജോലിയെ കുറിച്ച് നാളെ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് തന്ന മഹത്വം എത്രയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്ഥാനം എത്രയാണ്. ഭർത്താവിന് വേണ്ടി അടുക്കളയിലേക്ക് കയറുന്ന പെണ്ണെ, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് കയറുന്നത്, മറന്നു പോവണ്ട. പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്, മറന്നു പോവണ്ട. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ വീടിന്റെ വിളക്കായി മാറണം ആയിഷ.
നിങ്ങൾ വീടിന്റെ ഒരു പ്രകാശമായി മാറണം ആയിഷ. അതുകൊണ്ട് സുന്നത്തുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ധാരാളം വർദ്ധിപ്പിക്കണം ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് അല്ലാഹു വലിയ മഹത്വം തരുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനം തരുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം എന്താണ്? അടുക്കളയിൽ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തരുമെന്നാണ്. മക്കളെ പോറ്റാൻ വേണ്ടി അടുക്കളയിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോ അല്ലാഹു നിങ്ങൾക്ക് വലിയ ബഹുമാനം അല്ലാഹു നൽകുമെന്നാണ്. അതിന് പുറമെ ഒരു വീട്ടിന്റെ അകത്തൊരു പെണ്ണ് സുന്നത്ത് നമസ്കരിച്ചാൽ ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠത എത്രയാണ് സ്വഹാബ. എത്രയോ തിരക്കിന്റെ ഇടയിൽ ഭർത്താവിന്റെ വസ്ത്രം അലക്കണമല്ലോ, മക്കളുടെ വസ്ത്രം അലക്കണമല്ലോ, വീട് അടിച്ചു വാരി വീട് ക്ലീൻ ചെയ്തുകൊണ്ട് വൃത്തിയാക്കണമല്ലോ, മിറ്റം അടിച്ചു വാരി ക്ലീൻ ചെയ്യണമല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരി വീട് എങ്ങനെയെല്ലാം വൃത്തിയാക്കണമെന്ന് നാളെ ഇൻഷാ അല്ലാഹ് അറിവിന്നിലാവിൽ നമ്മൾ പറയുന്നുണ്ട്. മുറ്റം അടിച്ചു വാരുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നുണ്ട്. മുറ്റം അടിച്ചു മാറുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലുള്ള മാറാലുകൾ തട്ടിക്കൊട്ടുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നുണ്ട്. ഇതൊന്നും എന്റെ വക പറയുകയില്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഐശ്വര്യമുള്ള ബറക്കത്തുള്ള വീടിനെ കുറിച്ച് പറയുന്നിടത്ത് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാഷാ അല്ലാഹ്, അങ്ങനെ ബറക്കത്തുള്ള ഒരു കുടുംബമായിട്ട്, അങ്ങനെ ബറക്കത്തുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം അല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ആയിഷ, എത്രത്തോളം നിങ്ങൾക്ക് സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രത്തോളം നിങ്ങൾ സുന്നത്ത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കണേ ആയിഷ. അത്രത്തോളം നിങ്ങൾ സുന്നത്ത് നമസ്കാരത്തെ ജീവിതത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം ആയിഷ. കാരണം എന്തെന്നറിയോ? ഒരു കുടുംബത്തിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അല്ലാഹു സിഹ്ർ ഏൽപ്പിക്കൂല. നിങ്ങളെ കുടുംബത്തോടെ ദേഷ്യമുള്ളവരുണ്ടാകുമല്ലോ, നിങ്ങളെ കുടുംബത്തോടെ വൈരാഗ്യമുള്ളവരുണ്ടാകുമല്ലോ, നിങ്ങളെ കുടുംബത്തോടെ വിദ്വേഷമുള്ളവരുണ്ടാകുമല്ലോ. പക്ഷേ കൃത്യമായി ഫർളിന് പുറമെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സ്വാലിഹായ പെണ്ണ് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നേരെ സിഹ്ർ ചെയ്യാൻ കഴിയൂല. ആ കുടുംബത്തിന് നേരെ പിശാചിന്റെ ശല്യമുണ്ടാകൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്താണ്, മറന്നു പോവണ്ട. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ നീ റാഹത്ത് നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ നീ സമാധാനം നൽകണമല്ലാ. ഒരു ഐശ്വര്യമുള്ള കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനെ കബൂലാക്കണമല്ലാ. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണമല്ലാ, അവർക്കെല്ലാം നീ റഹ്മത്ത് കൊടുക്കണമല്ലാ, അവർക്കെല്ലാം നീ സന്തോഷം കൊടുക്കണമല്ലാ.